തമിഴിന്ന് ഹൊറർ ഫാന്റസി കോമഡി ആ ഒരു ജോണറിൽ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവ, അർജുൻ, റാഷി കന്യൊക്കെ അഭിനയിച്ചിട്ടുള്ള അഗത്യ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലും സൺ നെക്സ്റ്റിലും അവൈലബിൾ ആണ്. ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. നല്ലൊരു ബിരിയാണി കൊണ്ടുപോയിട്ട് ഈ തൈര് സാധും അതേപോലെ തന്നെ സാമ്പാർ സാധും മിക്സ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അതന്നെയാണ് ഇവിടെയും. സോ ഹൊറർ ഫാന്റസി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് തിയേറ്ററിൽ പോയി കാണാൻ വിചാരിച്ച, പക്ഷെ ഇവിടുത്തെ തിയേറ്ററുകാരെ അതിലും നല്ല ആൾക്കാരുണ്ട്, അവര് തിയേറ്ററിൽ എടുത്തില്ല. അതുകൊണ്ട് കാശ് ലാഭമായി. സോ നമ്മുടെ നായകൻ ജീവ ഒരു ആർട്ട് ഡയറക്ടറാണ്. ആള് വന്നിട്ട് സ്കേറി ഹൗസ് ഉണ്ടാക്കുകയാണ്. അതായത് ഈ മറ്റേ UK-ലും USA-ലും ഒക്കെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്കേറി ഹൗസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ പേടിപ്പിക്കാൻ. ഇത് പോണ്ടിച്ചേരിയാണ്, അതും ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. അപ്പൊ അവിടെ ഒരു സ്കേറി ഹൗസ് ഉണ്ടാക്കുകയാണ്. സ്കേറി ഹൗസിന്റെ അവസ്ഥ എന്താ വെച്ചാൽ ബിഗ് ബോസ് ഹൗസ് ഇതിലും ഭേദമാണ്. അത് കാണിച്ച ഇതിലും പേടിക്കും. ഇത് സ്കേറി ഹൗസ് വന്നിട്ട് എന്തൊരു കോമഡി ഹൗസ് ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. സോ അവിടെ വന്നിട്ട് 1940-ലുള്ള കുറെ പ്രേതങ്ങളും ഭൂതങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സിദ്ധ മെഡിസിനും അതിന്റെ റിസർച്ചും ആ കാര്യങ്ങളും ഈ സിനിമയിൽ പറയുന്നുണ്ട്. സോ ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫ്ലാഷ് ബാക്ക് പോർഷൻ ആണ്. അതിലാണ് നമ്മുടെ അർജുൻ വരുന്നത്. അർജുൻ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊക്കെ പന്നപ്പടമാണെങ്കിൽ പോലും അർജുൻ എപ്പോഴും കൊടുക്കുന്ന റോൾ കിടിലനായിട്ട് തന്നെ ചെയ്യും. അങ്ങേരെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്വാഗ്, അതൊക്കെ നല്ല രസം തന്നെയായിരുന്നു. പിന്നീട് ഈ പ്രസന്റ് പോർഷനിലേക്ക് വരുമ്പോ ഒരു ഊച്ചാളി കോമഡി, അതിന്റെ ഇടയിൽ പോയിട്ട് ഏത് നേരവും നമസ്കാരം പറയുന്ന ഒരു പ്രേതം, ഈ റാഷി ഖന്നയും അതേപോലെ തന്നെ ജീവിയും തമ്മിലുള്ള റൊമാൻസ്, അതൊക്കെ അൺസൈക്കബിൾ തന്നെയായിരുന്നു. സോ റാഷി ഖന്നെ എന്തിനാ എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എപ്പോഴും ഈ നായകന് എപ്പോഴും ഒരു നല്ല സുന്ദരിയായ, അതീവ സുന്ദരിയായ ഒരു നായിക വേണ്ടി വരുമല്ലോ. അതായിരിക്കും പല സിനിമയിലെ റാഷി ഖന്ന ഈ കണ്ടന്റ് ബേസ്ഡ് ആകെ ഒരു ഈ ഇടയ്ക്ക് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫർസി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാത്തിലും പാടത്തിൽ വെച്ച കോലം പോലെ തന്നെ ഇതിലും അങ്ങനത്തെ റോൾ തന്നെയാണ്. ജീവയുടെ 1-2 ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ ഇങ്ങനെ ബ്ലാക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര ഹിറ്റായോ എന്നറിയില്ല, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടത്. ഇത് പക്ഷെ പീക്ക് പടം എന്നും പറയാൻ പറ്റില്ല, ഏറ്റവും ബോറിംഗ് പടം എന്നും പറയാൻ പറ്റില്ല. എവിടെയൊക്കെ ഒരു ആവറേജിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന പടം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നമുക്ക് കണ്ടിരിക്കുക, സെക്കൻഡ് ഹാഫ് അൺബിയറബിൾ ആയിരുന്നു. അതിൽ ഈ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സും പിന്നെ രജനീകാന്തിന്റെ കൊച്ചടയാൻ പോലത്തെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വെറുപ്പാണ് ഈ പടത്തിനോട് തോന്നിയത്. സ്റ്റിൽ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവനാണ് ഈ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു ഒക്കെ. ആമസോൺ പ്രൈമിലും അതേപോലെ തന്നെ സൺ നെക്സ്റ്റിലും അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഷാഹിദ് കപൂറിന്റെ ദേവ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ശബ്ദം പറഞ്ഞിട്ട് ഒരു പാരനോർമൽ ത്രില്ലർ ഈ ഇടയ്ക്ക് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് OTT ഇറങ്ങും പറഞ്ഞിട്ടായിരുന്നു ആമസോൺ പ്രൈമിൽ. അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ സന്ദീപ് കിഷന്റെ ഒരു പടം മസാക്കയോ അങ്ങനെ ഏതൊരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അത് C5-ലാണ് റിലീസ് ആയിരിക്കുന്നത്. അതേപോലെ ബിഗ് ബെന്നോ അങ്ങനെ ഏതോ ഒരു മലയാള സിനിമ OTT റിലീസ് ചെയ്യും പറഞ്ഞിട്ടായിരുന്നു. എഗൈൻ അതും ചെയ്തിട്ടില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്.